നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വി സ്റ്റാർ ഓണരത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്ഷേത്രങ്ങളുടെ നാടായ തൃശ്ശൂർ പൂരം, ആ തൃശ്ശൂർ പൂരപ്പറമ്പിലാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ വി സ്റ്റാർ ഓണരഥവുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. വി സ്റ്റാർ ഓണരഥം എന്റർടൈൻമെന്റ് പാർട്ട്ണർ വണ്ടർല പവേഡ് ബൈ അപ്കൊലൈറ്റ്. ഇവിടെ ഇന്ന് തൃശ്ശൂരെ വിശേഷങ്ങളുമായിട്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വെങ്ങിണിശ്ശേരി എന്ന സ്ഥലത്താണ്. ഇവിടെ വെങ്ങിണിശ്ശേരി സഹകരണ ബാങ്കിന്റെ കോമ്പൗണ്ടിന്റെ അകത്താണ് ഇന്ന് നമ്മൾ വി സ്റ്റാർ ഓണരഥം ഒരുക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ കാസർഗോഡ് മുതൽ ഇങ്ങനെ യാത്ര തുടങ്ങിയപ്പോൾ നമ്മൾ വൈകിട്ടെത്തുന്നത് റെസിഡൻസ് അസോസിയേഷനിലാണെങ്കിൽ അവിടെ ഒരു റെസിഡൻസ് അസോസിയേഷനെ ഉണ്ടാകാറുള്ളൂ. പക്ഷെ ഇവിടെ ഈ വെങ്ങിണിശ്ശേരിയിൽ ഇവർ സംയുക്തമായിട്ട് 3-4 റെസിഡൻസ് അസോസിയേഷനുകൾ ഒന്നിച്ചു ചേർന്നാണ് ഇവിടെ ഈ വെങ്ങിണിശ്ശേരിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ ഓണരഥം ഒരുക്കി വി സ്റ്റാർ ഓണരഥം ഒരുക്കിയിരിക്കുന്നത്. അപ്പം അതിനൊരു സ്പെഷ്യൽ കൈഡി കൊടുക്കാം. എല്ലാവരും ചേർന്ന് എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളും ഒന്നിച്ച് ഇവിടെയുണ്ട്. ഓണമാണെങ്കിലും നമ്മുടെ ദേശത്തെ ആരും മറന്നിട്ടില്ല. ഇന്ത്യ എന്ന മഹാസാമ്രാജ്യത്തെ ആരും മറന്നിട്ടില്ല. ഇന്ത്യ എന്ന മഹാസാമ്രാജ്യം നമുക്ക് നേടിത്തന്ന ധീരജവാന്മാർ, യോദ്ധാക്കൾ എല്ലാവരെയും നമുക്ക് ഓർക്കാം. വി സ്റ്റാർ ഓണരഥത്തിലൂടെ ഇവിടെ ഇതാ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു വന്ദേ മാതരം. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം. ஒரு ஆணுக்கு எழுதிய இலக்கணம் உன்னிடத்தில் கண்டேன். என் பாதத்தில் பள்ளி கொள்ள உனக்கு ஒரு அனுமதி தந்தேன். ஆணுக்கு எழுதிய இலக்கணம் உன்னிடத்தில் கண்டேன். என் பாதத்தில் பள்ளி கொள்ள உனக்கு ஒரு அனுமதி தந்தேன். என் நாடை தாங்கிக் கொள்ள, என் கூந்தல் ஏந்திக் கொள்ள உனக்கொரு வாய்ப்பல்லவா. நான் உண்ட மிச்சப்பாலை நீ உண்டு வாழ்ந்து வந்தால் மோற்றங்கள் உனக்கல்லவா. வானம் வந்து வளைகிறதே வணங்கிடவா. நெஞ்சோர கண்ணா என் மன்னா, என் ஆணை கேடு, என் பெண்ணே வாராய், என் ஆசை ஓசை கேளாய். தக்கிட்டதும் தக்கிட்டதும் தீம் தக்கிட்டதும் தீம் தக்கிட்டதும் சொந்த தக்கிட்டது தக்கிட்ட 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 தக்கிட்டதும் தக்கிட்ட தொங்கு தக்கிட்ட தக்கதின் திருதின் திருதின் தக்கதின் பின்னதும் திருதின் பின்னதும் திருதின் பின்னதும் தக்கதின் திருதின் திருதின் தக்கதின் திருதின் திருதின் தக்கதின் திருதின் திருதின் தக்கதின் திருதின் 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 அழகே
അത് താനേയായ അഴക് ഗമദ നിസ നിരിസ ഗമദ നിസ ഗരിസ നമസ്കാരം. സ്ത്രീ പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ, ചരിത്രങ്ങളിൽ, കഥകളിൽ, കവിതകളിൽ, ഭൂമിയിൽ, എന്തിന് സ്വർഗത്തിൽ പോലും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവൾ. പാക്കീട്ട 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 12 അഷ്ടൈശ്വര്യങ്ങളും അതുല്യ പരാക്രമികളുമായ സഹോദരങ്ങളെ, ചൂതുകളിയിൽ നഷ്ടമായ പാണ്ഡവ കുലജാതനായ യുധിഷ്ഠിര, നിനക്ക് വരെ വീണ്ടെടുക്കേണ്ടേ? പണയം വെക്കാൻ ഇനിയും ഉണ്ടല്ലോ നിങ്ങളുടെ ധർമ്മപത്നി ദ്രൗപദി. കണ്ണനുണ്ണി പൊന്മകനെ കാണാനീട്ടെന്റെ കണ്ണുകളും കാണാതെ ഞാൻ വലയുന്നേ. കണ്ണനുണ്ണി പൊന്മകനെ കാണാനീട്ടെന്റെ കണ്ണുകളും കാണാതെ ഞാൻ വലയുന്നേ. കണ്ണനുണ്ണി പൊന്മകനെ കാണാനീട്ടെന്റെ കണ്ണുകളും കാണാതെ ഞാൻ വലയുന്നേ. ആനമലയിലെ ആണ്ടവൻ പാറയിലെ അഴകുള്ള കന്നി കൂറത്തി ഞാൻ. ആനമലയിലെ ആണ്ടവൻ പാറയിലെ അഴകുള്ള കന്നി കൂറത്തി ഞാൻ. മലകൾ താണ്ടി തെരുവുകൾ നീളെ മരുന്നു വിൽക്കുന്ന കുറത്തി ഞാൻ. മലകൾ താണ്ടി തെരുവുകൾ നീളെ മരുന്നു വിൽക്കുന്ന
ദീനാ തിന തിന തന ദിന ദിന തന്നാനോ കല്ലെടു പെണ്ണെ കുഴിയെടു പെണ്ണെ പോവാം പെണ്ണെ കിളിയേറിയാൻ കല്ലെടു പെണ്ണെ കുഴിയെടു പെണ്ണെ പോവാം പെണ്ണെ കിളിയേറിയാൻ തന ദിന ദീനാ തിന തിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന തിന തന ദിന ദിന തന്നാനോ കൊട്ടേം പാളേം കല്ല് പെറുക്കടി പോവാം പെണ്ണെ കിളിയേറിയാൻ കൊട്ടേം പാളേം കല്ല് പെറുക്കടി പോവാം പെണ്ണെ കിളിയേറിയാൻ തന ദിന ദീനാ തിന തിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന ദിന തന ദിന ദിന തന്നാനോ കയ്യ കൊണ്ട് നടന്നെറിഞ്ഞെന്റെ കൈമുട്ട് രണ്ടും കഴയ്ക്കുന്നേ കയ്യ കൊണ്ട് നടന്നെറിഞ്ഞെന്റെ കൈമുട്ട് രണ്ടും കഴയ്ക്കുന്നേ തന ദിന ദീനാ തിന തിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന തിന തന ദിന ദിന തന്നാനോ കാല് കൊണ്ട് നടന്നെറിഞ്ഞെന്റെ കാൽമുട്ട് രണ്ടും കഴയ്ക്കുന്നേ കാല് കൊണ്ട് നടന്നെറിഞ്ഞെന്റെ കാൽമുട്ട് രണ്ടും കഴയ്ക്കുന്നേ തന ദിന ദീനാ തിന തിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന തിന തന ദിന ദിന തന്നാനോ എവിടെ കിടന്ന പുറം മോടിയാണിവൻ എവിടെ കിടന്ന പുറം മോടി എവിടെ കിടന്ന പുറം മോടിയാണിവൻ എവിടെ കിടന്ന പുറം മോടി തന ദിന ദീനാ തിന ദിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന ദിന തന ദിന ദിന തന്നാനോ പാണ്ടിപ്പട വെട്ടി വന്നോനാണിവൻ പാണ്ടിപ്പട വെട്ടി വന്നോനാ പാണ്ടിപ്പട വെട്ടി വന്നോനാണിവൻ പാണ്ടിപ്പട വെട്ടി വന്നോനാ തന ദിന ദീനാ തിന ദിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന ദിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന ദിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന ദിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന ദിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന ദിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന ദിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന ദിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന ദിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന ദിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന ദിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന ദിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന ദിന തന ദിന ദിന തന്നാനോ തന ദിന ദീനാ തിന ദിന തന ദിന ദിന അങ്ങനെ ഞാൻ അങ്ങോ പോവതിങ്ങനെ അങ്ങനെ ഞാൻ അങ്ങോ പോവതിങ്ങനെ ഇങ്ങനേവം മനോരാജ്യം എങ്ങനെ
കൂടി ഇത്തരമൊട്ടു കഴിഞ്ഞ നേരം സത്വരം സർപ്പപ്പാരം കുഴങ്ങി ഇത്തരമൊട്ടു കഴിഞ്ഞ നേരം സത്വരം സർപ്പപ്പാരം കുഴങ്ങി പത്തികൾ താണു കാടും ചോര ഛർദിച്ചു വീണു മൂറയിട്ടങ്ങത്തിച്ചു കേണു മുരരി ഭൂതത്രൈവ വാണു ഭഗവാനെ ഹൃത്താമൃതത്താൽ മുത്തശൂടുത്താഴിന നൃത്തം മനോഹര മേളം കൂടി ചിലനത്ര ദേവാദികൾ പുഷ്പവൃഷ്ടി പതിയെ പതിയെ വളർന്നൻ കണ്ണൻ 15 ആണ്ടുകൾ തികയാറായി നാഗരാജന്റെ കോവിലിനുള്ളിൽ നോമ്പു നോറ്റു ഞാൻ പ്രാർത്ഥനയാ പുലരിയായി ജാതകദോഷ ദിനമായെന്ന് 100 പാലുമായി ഞാൻ കാവിലെത്തി ഞെട്ടി വിറച്ച് ശില പോലെ നിന്നു ഞാൻ നാഗയക്ഷിതൻ പ്രതിമയ്ക്കു മുന്നിൽ നീല നിറമായി മിഴിയടച്ചൻ കണ്ണൻ നെഞ്ചോടടുക്കി പിടിച്ച ജാതകം തലമുറ കേട്ടങ്ങോടി വന്നു കണ്ണൻ കഥയതു കേട്ടു തരിച്ചു പോയി അച്ഛന്റെ മരണം മാറ്റുവാൻ അമ്മതൻ സിന്ദൂരം മായാതിരിക്കുവാൻ പ്രാണൻ വെടിഞ്ഞോര പൊന്മകനെ മകനെ ഇനി എന്തു ജീവിതം ഈ അച്ഛന് കണ്ണിമ ചിമ്മുന്ന വേഗതയിൽ നാഗരാജന്റെ പുറ്റിനുള്ളിൽ കൈയിട്ടു ദംശനമേറ്റുകാന്തൻ കണ്ണനെ കെട്ടിപ്പുണർന്ന് പിടഞ്ഞു വീണു ജഡമായി കാന്തനും പൊന്മകനും കൺമുന്നിൽ ആടുന്നു നാഗങ്ങളെ പാഴ്വാക്കൊന്നും പാടിയിട്ടില്ല ഞാൻ പൂജകളൊന്നും മുടക്കിയില്ല ഇനി എന്തു ജീവിതം ഈ പെണ്ണിനെ കൊത്തി കൊല്ലുക എന്നെയും നാഗമേ നീ ശീകാര ശബ്ദം പട്ടിനു മുകളിൽ പണം വിടത്തി ചീറ്റുന്ന നാഗം ഭയക്കാതെ കൈകൾ നീട്ടി ഞാൻ കൊല്ലുക നാഗമേ എന്നെ വേഗം ഇടഞ്ഞിറങ്ങി വന്നു നാഗം പൊന്നോമൽ പുത്രന്റെ അരികിലെത്തി കടിവായിലൂടെ കടിച്ചു തുപ്പി വിഷം കാന്തന്റെ വിഷവും വലിച്ചെടുത്തു സ്തബ്ധയായി ഞാൻ കൺമുന്നിൽ കണ്ടതോ ഉറക്കമുണരുമ്പോൾ അച്ഛനും മകനും ചുറ്റിലും നിരന്നു നിന്ന് നന്ദി ചൊല്ലുവാൻ അങ്ങതാ ചിത്രകൂടക്കല്ലിൽ തല തല്ലി ജീവൻ വെടിയുന്ന നാഗം ജാതകദോഷം മാറ്റാൻ 15 ആണ്ടോ ഞാൻ നാവോറു പാടിയ നാഗമേ ഉള്ളോർ പെണ്ണിനായി ജീവിതം ഹോമിച്ച് വിധിയെ മാറ്റിയ നാഗമേ മതിവരികില്ലേ സ്നേഹം ത്യാഗസുരഭിലമീ സ്നേഹം മതിവരികില്ലേ സ്നേഹം ത്യാഗസുരഭിലമീ സ്നേഹം ത്യാഗസുരഭിലമീ സ്നേഹം ത്യാഗസുരഭിലമീ സ്നേഹം മധുരം തന്നോ
കുമ്മിയടിച്ചിടണം നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം. പാർവതി മനോഹരി പാർവണം സുധാമയം നടനവേദിയായി ശ്രീശൈലം നന്ദിമൃദംഗലയം പ്രണവനാദമഴയ പാർവതി കഞ്ചബാണം നമ്പെയ്തു പൊൻവസന്തം മിഴി തുറന്നു കൈയിലേന്തും മാപ്പേടയാ ഹരനു ഹൃദയ ജതികളുയർന്നു ശൃംഗാരപദം പോലെ ഹിമഗിരി മിഴിമൂന്നിൽ നിലാവിന്റെ കുളിരലകൾ പ്രണയം പ്രിയമാനസത്തിൽ ഗംഗ പോലെ ഒഴുകുകയാ ശൈലാധിനാഥ പാഹി പാഹി ഹിമചന്ദ്രചൂഡ പാഹി പാഹി തവ ചരണം മണിനാഗഭൂഷ ദേവദേവ ശിവ സാംബരുദ്ര ഭാവയാമി തവ ചരിതം നടനമാടി നടരാജൻ സാന്ദ്രമൊഴുകി പ്രണയപദം നാരദ വീണ തന്ത്രികളിൽ ശിവദ മധുര സ്വരങ്ങളുയർന്നു തിരുനാഗച്ചിലമ്പിട്ട മദകര ഹരലീലാവിലാസങ്ങളുണരുമ്പോൾ ഉലകിൽ ദ്രുതതാണ്ഡവങ്ങളാടിടുന്നു ഭൂതഗണം ഭസ്മാംഗരാഗ പാഹി പാഹി രാജാധിരാജ ഭാവയാമി തവ നടനം ശിവസുന്ദരേശ വാമദേവ ലോകാധിനാഥ ശോധയാശു മമ ഹൃദയം പാർവതി മനോഹരി പാർവണം സുധാമയം നടനവേദിയായി ശ്രീശൈലം നന്ദിമൃദംഗലയം പ്രണവനാദമഴയ പാർവതി ആരാരുമാവാത്ത കാലത്തു ഞാനെന്നും ഓട്ടി നടന്ന വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി 100-ന്റെ നോട്ടിനായി രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ
കിക്കർ വലിച്ചെന്റെ കൈയും നടുവും തളർത്തിയൊരോട്ടു വണ്ടി. 100-ന്റെ നോട്ടിനായി രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കൈയും നടുവും തളർത്തിയൊരോട്ടു വണ്ടി. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വിടവാങ്ങുന്നു. വീണ്ടും വി സ്റ്റാർ ഓണരഥവുമായി നമുക്ക് കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടെ ഗുഡ് ബൈ. സെന്റ് പോൾസ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തിരുമുറ്റത്താണ് നമ്മളിപ്പോൾ വി സ്റ്റാർ ഓണരഥവുമായിട്ട് നിൽക്കുന്നത്. എല്ലാം റെഡിയല്ലേ? അടിച്ചു വിളിക്കാൻ ആ കയ്യടിയൊക്കെ വരട്ടെ. എന്താണ് എല്ലാവരും കയ്യൊക്കെ കെട്ടി മാത്രം നിൽക്കുന്നത്? ശരിക്ക് ഇവിടെ തൃശ്ശൂർ നമുക്കറിയാം. തൃശ്ശൂരാണെങ്കിൽ പുലികളി ഉറപ്പാണ്. ആ പുലികളി ഇവിടെ നമ്മുടെ കുഞ്ഞു മക്കൾ ചേർന്ന് ഒരുക്കിയിരിക്കുകയാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എല്ലാവരും? ഇവിടെ പുലി ആരെങ്കിലും മലയാളത്തിൽ പറയോ? പുലിയുടെ ശബ്ദം എങ്ങനെയാണോ? മതി മതി മതി. ഇത് പുലിയല്ല, ഇത് കുറുക്കനായി പോയി. എന്തായാലും ഇവിടെ നമ്മൾ ഇന്ന് ഈ ക്യാമ്പസിൽ ഇത്രയും മനോഹരമായി വി സ്റ്റാർ ഓണരഥം എന്ന പ്രോഗ്രാം നമ്മളിവിടെ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. നിങ്ങളെ നേരിട്ട് കാണാൻ വേണ്ടി 2 പേര് ഇവിടെ വന്നിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ എന്റർടൈൻമെന്റ് പാർട്ട്ണർ വണ്ടർലയിൽ നിന്നാണ് ആ 2 പേര് വന്നിരിക്കുന്നത്. അപ്പുവും ചിക്കുവും നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നു. ഒരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പു ആൻഡ് ചിക്കു, നല്ല കയ്യടി കൊടുക്കാം. പേടിച്ചുപോയോ? പേടിച്ചു. ഇത് പുലിയാണ്. ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ എല്ലാരും കൂടെ എന്നെ അങ്ങ് വളഞ്ഞു. നീ മിണ്ടല്ലേ. ഈ അപ്പൂനൊരു കുഴപ്പമുണ്ട്. അപ്പൂനും ചിക്കൂനും ഓരോ കുഴപ്പമുണ്ട്. ഇവര് ശരിക്കും പറഞ്ഞ കയ്യൊക്കെ വീശുന്ന കൊള്ളാം. കയ്യൊന്നും അധികം വീശണ്ട അപ്പൂൻ്റെ അടുത്തൊന്നും. ഇവിടെ എല്ലാരും ഇപ്പൊ അപ്പൂനെ കൈയൊക്കെ വീശി കാണിച്ചില്ല, അപ്പൂനും ചിക്കൂനൊക്കെ. ഇവര് കുറെ ദിവസമായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. പ്രത്യേകിച്ച് അപ്പൂന് ചെറിയൊരു ആഗ്രഹമുണ്ട്. അപ്പൂനൊരു കളിക്കൂട്ടുകാരി വേണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കൂട്ടുകാരനല്ല, കൂട്ടുകാരന്മാരൊന്നും വേണ്ടവന്. അപ്പു ആരെങ്കിലും ഇഷ്ടപ്പെടുവാണ് വിളിച്ചോണ്ട് പോരെ, നമുക്ക് എങ്ങനെയെങ്കിലും നടത്താം. കുറെ ദിവസമായി ഇങ്ങനെ എല്ലാ ക്യാമ്പസിലും ചെല്ലുമ്പോൾ അവനിങ്ങനെ ചോദിക്കും. അപ്പൊ ഒന്ന് ചെന്ന് നോക്കിയിട്ട് വാ. ഒരു കൈയടി കൊടുക്കുക അപ്പൂനും ചിക്കുനും. ചിക്കുന് വേണോ? ചിക്കുന് വേണ്ടേ? ചിക്കുനും കിട്ടും, ഒന്ന് പോയി നോക്കുക, ചിലപ്പോൾ ഇഷ്ടപ്പെടുവാരെങ്കിലും. എന്തായാലും നമ്മൾ ഇന്ന് ഇവിടുത്തെ ഈ ക്യാമ്പസിലെ ഓണവിശേഷങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. സെന്റ് പോൾസ് കോൺവെന്റ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിശേഷങ്ങളാണ്. ഇവിടെ എന്തായാലും നമ്മുടെ ആദ്യത്തെ ഐറ്റത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. വി സ്റ്റാർ ഓണരഥത്തിൽ എല്ലാവരും കാത്തിരുന്ന, ഇവിടെ വി സ്റ്റാർ ഓണരഥം എന്ന പ്രോഗ്രാം നമ്മൾ നടത്തുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒത്തിരി സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതുപോലെ ചെറിയ ചെറിയ ഗെയിമുകളിലൊക്കെ നമുക്ക് പങ്കെടുക്കാം. ഫ്ലവേഴ്സ് ടിവിയെ കുറിച്ചുള്ള പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതിന് കറക്റ്റായിട്ട് ഉത്തരം പറയുന്നവർക്ക് സമ്മാനമുണ്ട്. ഇവിടെ ഇന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന തൃശ്ശൂരിന്റെ മഹിമ ഉയർത്തുന്ന ആ പുലികളിയായിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾ റെഡിയാണ്. വി സ്റ്റാർ ഓണരഥത്തിൽ ഒരു പുലികളി.
സെന്റ് പോൾസ് കോൺവെന്റ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷത്തിൽ വി സ്റ്റാർ ഓണരഥത്തിൽ നമ്മളെ സ്വീകരിച്ചത് അടിപൊളി ഒരു പുലികളിയോട് കൂടിയാണ്. അവർക്കൊരു കൈയടി കൊടുക്കുക. കൊച്ചുമക്കൾക്ക് എല്ലാവരും ചേർന്ന് നല്ല കൈയടി കൊടുക്കുക. പുലികള് ആർപ്പോ അടിപൊളി. ഇവരെ കണ്ടാ പഠിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. പെട്ടെന്ന് സൃഷ്ടിക്കാൻ കഴിയും, പക്ഷെ നമുക്കത് കാണാൻ കഴിയില്ല. ആ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം അവര് പറയാൻ ഈ തിരുവാതിര കളി കഴിഞ്ഞിട്ട് നമുക്ക് കേൾക്കാം. വി സ്റ്റാർ ഓണരഥത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു തിരുവാതിര കളി. ഗണനാഥ എന്നുമെന്നുള്ളിൽ ശ്രീത്വമോടെ വിളങ്ങേണം, വിഘ്നം കൂടാതെ പാടിക്കളിക്കാൻ വിഘ്നേശ പരിപാഹി മാ വാണി നിൻ കൃപ കാണി നേരവും കാണു പോവാതെ നിൽക്കണം, കാണു വീണു വണങ്ങുന്നേ ഞാനും വാണി ദേവി സരസ്വതി. അരുതേ കോപം നിങ്ങൾക്കിന്നരുതേ, താപങ്ങളൊന്നും അരുതേ, കോപം നിങ്ങൾക്കിന്നരുതേ, താപങ്ങളൊന്നും വെറുതെ പറഞ്ഞാലതു അഴുതേ തന്നെ, വെറുതെ പറഞ്ഞാലതു അഴുതേ തന്നെ. ചെറുതല്ലീവന്റെ തോളിൽ അരുതാതെ വലഞ്ഞേ ഞാൻ, ചെറുതല്ലീവന്റെ തോളിൽ അരുതാതെ വലഞ്ഞേ ഞാൻ. വിരുദനിന്നു കരുതി നിന്നു ഭൂമി അറിവതിന്നൊരുവനില്ല ഇവൻ, ബിരുദനിന്നു കരുതി നിന്നു ഭൂമി അറിവതിന്നൊരുവനില്ല ഇവൻ. ഒരു നാൾ ദരിമദനം കലർന്നങ്ങിരുന്നേ ഞാൻ, ഒരു നാൾ ദരിമദനം കലർന്നങ്ങിരുന്നേ ഞാൻ. വരുന്നു ഗോവിന്ദൻ മെല്ലെ ഇരുന്നാലവൻ, വരുന്നു ഗോവിന്ദൻ മെല്ലെ ഇരുന്നാലവൻ. കരഞ്ഞു കൈ കാട്ടി കൃഷ്ണൻ ഉറഞ്ഞോരുദരി നൽകി, കരഞ്ഞു കൈ കാട്ടി കൃഷ്ണൻ ഉറഞ്ഞോരുദരി നൽകി. അതു ഭുജിച്ചു കൊതി പതിച്ചു ദരിയുടെ കലമുടച്ചു കുതി കുതിച്ചു മണ്ടി, അതു ഭുജിച്ചു കൊതി പതിച്ചു ദരിയുടെ കലമുടച്ചു കുതി കുതിച്ചു മണ്ടി. അവനെ പീഡിപ്പതിനായുടനെ ഗമിച്ചു ഞാനും, അവനെ പീഡിപ്പതിനായുടനെ ഗമിച്ചു ഞാനും, അവനെ പിടിപ്പതിനായുടനെ ഗമിച്ചു ഞാനും, അവനെ പിടിപ്പതിനായുടനെ ഗമിച്ചു ഞാനും, അവനെ പിടിപ്പതിനായുടനെ ഗമിച്ചു ഞാനും. അവനും മറഞ്ഞാൽ വബു കപടത്താലേ, അവനും മറഞ്ഞാൽ വബു കപടത്താലേ. തിരിഞ്ഞു വലഞ്ഞു ഞാനും തിരിഞ്ഞങ്ങു വരും നേരം, തിരിഞ്ഞു വലഞ്ഞു ഞാനും തിരിഞ്ഞങ്ങു വരും നേരം. അരികിൽ നിന്നു ചിരി തുടങ്ങി നമ്മുടെ വെറി കുറഞ്ഞു മതി മറഞ്ഞു നിന്നു, അരികിൽ നിന്നു ചിരി തുടങ്ങി നമ്മുടെ വെറി കുറഞ്ഞു മതി മറഞ്ഞു നിന്നു. അരുതേ കോപം നിങ്ങൾക്കിന്നരുതേ,
താപങ്ങളൊന്നും അരുതേ, കോപം നിങ്ങൾക്കിന്നരുതേ, താപങ്ങളൊന്നും വെറുതെ പറഞ്ഞാലതു അഴുതേ തന്നെ, വെറുതെ പറഞ്ഞാലതു അഴുതേ തന്നെ. പങ്കജാക്ഷൻ കടൽ വർണ്ണൻ പഞ്ചശരൻ രൂപൻ കൃഷ്ണൻ പണ്ടൊരു നാൾ കാളിന്തിതൻ കടവിലേച്ചി തലൈത ചന്ദനക്കൽ പടവിങ്കൽ ചേലയെല്ലാം അഴിച്ചിട്ട് ചന്ദനമിഴിമാർ മുങ്ങി കുളിക്കും നേരം തതൈത പട്ടുചേലക്കട്ടുവാരി പൊന്നരയാൽ കുമ്പിലേറി കുത്തഴിച്ചു ചുളി നീക്കി മടക്കി തൂകി തതൈത പല്ലവപ്പൂ ചുണ്ടുകളിൽ വെള്ളിയോട കുഴലൂതി ലല്ലലലം ചലിക്കുന്ന കൈവിരലോടെ തതൈത മണ്ണു തിന്നു മണ്ണു തിന്നു മണ്ണു തിന്നു കണ്ണ, വെണ്ണ തന്നു മുക്കോളം ഞാൻ മണ്ണു തിന്നതെന്തേ, ഉണ്ണി ചൊല്ലി പേടിയോടെ മണ്ണു ഞാൻ തിന്നില്ല, ചഞ്ചലന്റെ കൊഞ്ചൽ കേട്ടിട്ടമ്മ ചൊല്ലി മെല്ലെ, രാമൻ എന്നോടോതിയുണ്ണി മണ്ണു തിന്ന വാർത്ത, വായ കാട്ടി നോക്കിയപ്പോൾ ആയതാക്ഷി ഞെട്ടി, സൂര്യചന്ദ്രന്മാരെ കണ്ടു താരങ്ങളെ കണ്ടു, ഗോകുലത്തിൽ തന്നെ കണ്ടു ഗോപികളെ കണ്ടു, കണ്ണനെയും കണ്ട നേരം ഭിന്നമവൾ വീണു, കൈത്തൊഴുന്നേ നടിയങ്ങൾ എന്നുമെന്നും കാക്കൂ, എന്നുമെന്നും കാക്കൂ, എന്നുമെന്നും കാക്കൂ, എന്നുമെന്നും കാക്കൂ. സുന്ദരിമാരായ ഗോപിമാരും കണ്ണന്റെ കാമിനി രാധികയും, സുന്ദരിമാരായ ഗോപിമാരും കണ്ണന്റെ കാമിനി രാധികയും, യമുന പൂളിനത്തിലാടിപ്പാടാൻ, യമുന പൂളിനത്തിലാടിപ്പാടാൻ, പോരിക പോരിക ഗോപിമാരെ നിങ്ങൾ പോരിക പോരിക ഗോപിമാരെ, താളത്തിൽ മേളത്തിൽ പാട്ടുപാടാം, ലീലകളൊത്തൊരു നൃത്തമാടാം, താളത്തിൽ മേളത്തിൽ പാട്ടുപാടാം, ലീലകളൊത്തൊരു നൃത്തമാടാം, ആടകൾ വാരിക്കൊണ്ടോടിയ കണ്ണന്റെ, ആടകൾ വാരിക്കൊണ്ടോടിയ കണ്ണന്റെ, കിളികളി ചൊല്ലി നൃത്തമാടാം, നമ്മൾ കണ്ണനോടൊത്തൊരു നൃത്തമാടാം, നമ്മൾ കണ്ണനോടൊത്തൊരു നൃത്തമാടാം, നമ്മൾ കണ്ണനോടൊത്തൊരു നൃത്തമാടാം. മാധവ ഭവാനുദേ മംഗളം, ഹരേ കൃഷ്ണ മാധവ ഭവാനുദേ മംഗളം. ദശരഥ നന്ദന സീതാ മനോഹര, സീതാ മനോഹര ദാനവ സംഹാര ദയാനിധേ, ദശരഥ നന്ദന സീതാ മനോഹര, സീതാ മനോഹര ദാനവ സംഹാര ദയാനിധേ, മാധവ ഭവാനുദേ മംഗളം, ഹരേ കൃഷ്ണ മാധവ ഭവാനുദേ മംഗളം, മംഗളം മംഗളം. വി സ്റ്റാർ ഓണരഥത്തിൽ മനോഹരമായ ഒരു തിരുവാതിര കളിയാണ് ഇവർ നമുക്ക് സമ്മാനിച്ചത്. ഒരു കയ്യടി കൊടുക്കുക എല്ലാവരും ചേർന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ തിരുവാതിര കളിച്ചവർക്കല്ല ശരിക്കും കയ്യടി കൊടുക്കേണ്ടത്, അത് പാടിയ രണ്ടുപേരുണ്ട്. വാ മുന്നോട്ട് പറയുന്നത് തിരുവാതിര കളിക്കുന്ന ആ കലാകാരികൾ കൊടുത്ത പോലെ തന്നെ. കയറി നിൽക്കുക, എന്തിനു മറഞ്ഞു നിൽക്കുന്നത്? ഓ ലിപ്സ്റ്റിക് ഇടാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു, മറഞ്ഞു നിൽക്കുക. എങ്ങനെ കുഴപ്പമില്ല. എന്താ പേര്? ആർഷ ശ്രീദേവി. ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഓടി വന്ന ആ പാട്ട് ഇവർക്ക് വേണ്ടി തിരുവാതിരയുടെ പാട്ട് പാടിക്കൊടുക്കുന്ന ആ നിമിഷം മുതൽ ഇവർക്ക് എന്താ പറയുക ഒരു ശക്തി കിട്ടിയ പോലെ ആയിപ്പോയി. ഇതാരാ പഠിപ്പിച്ചത് നിങ്ങളെ?
അശ്വതി എന്തിയെ? ആഹാ, അശ്വതി ഇവിടെ നിൽപ്പുണ്ട്. അശ്വതിക്ക് ഒരു കൈയടി കൊടുക്കുക എല്ലാവരും ചേർന്ന്, നല്ലൊരു കൈയടി. ഓക്കെ, എന്തായാലും ഇവരുടെ ഒരു ടീം സ്പിരിറ്റ് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. കാരണം ഇത്രയും ഒരു ഐക്യത്തോടു കൂടി തന്നെ ഈ തിരുവാതിരകളി കണ്ടു എടുത്തു. അതുകൊണ്ടാണ് ഇത്ര മനോഹരമായി പെർഫോം ചെയ്യാൻ ഇവർക്ക് സാധിച്ചത്. ഒരു കൈയടി എടുത്തുകൊണ്ട് നമുക്ക് ഇവരെ യാത്രയാക്കാം എല്ലാവരും ചേർന്ന്. താങ്ക് യു. കൈതാത്തി പിടിച്ചോ. റെഡി 1 2 2 അല്ലേ പറഞ്ഞോളൂ, 3 പറഞ്ഞില്ലല്ലോ. 3 പറഞ്ഞിട്ടല്ലേ? ഞാൻ 3 പറയുമ്പോൾ ആരാണ് ഏറ്റവും ആദ്യം കൈ പൊക്കുന്ന അതിലൊരാളെ നമ്മൾ തിരഞ്ഞെടുക്കും. അവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കും. പെട്ടെന്ന് സൃഷ്ടിക്കാൻ കഴിയും, പക്ഷേ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു വസ്തു. റെഡി 1 2 3 വാ. കണ്ണാടിക്കുട്ടി വാ. എന്താ പേര്? ജസ്വീന കയറി വന്നപ്പോൾ ഇവരൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നല്ലോ. എന്താ? സ്കൂൾ ലീഡർ. ഓ, അതുകൊണ്ടാണ് കൈയടിച്ചത്. സ്കൂൾ ലീഡറാണ്. അപ്പൊ പ്രതിജ്ഞ ഒന്ന് ചൊല്ലിക്കൊടുത്ത് കേക്കട്ടെ. പ്രതിജ്ഞ ഒന്ന് ചൊല്ലിക്കൊടുത്ത് കേക്കട്ടെ. സ്കൂൾ ലീഡർ അല്ലേ? ഇംഗ്ലീഷ് വേണം ഇംഗ്ലീഷ്, മലയാളം വേണം മലയാളം, ഇഷ്ടമുള്ളത് ചോദിക്കും. കാണാതെ അറിയില്ലേ? നോക്കി പറയാറാ. ദൈവമേ, ഇന്ന് തന്നെ സ്കൂൾ ലീഡർ സ്ഥാനം പോവുമല്ലോ. നോണ പറയുന്നാണോ? പാട്ട് പാടുവോ? ഓക്കെ, നമുക്ക് ഒരു 2 വരി പാടിയാൽ മതി. പെട്ടെന്ന് ഒരു 4 വരി പാടിയാൽ മതി, അതിൽ കൂടുതൽ പാടണ്ട. ഒരു പാട്ട് പാടിക്കുന്ന കേക്കട്ടെ. നല്ലൊരു കൈഡി കൊടുക്കുക എല്ലാവരും ചേർന്ന്. നല്ല കൈഡി പാട്ട് പാടിക്കാൻ നോക്കട്ടെ. ആലോചിക്കട്ടെന്നോ? പ്രതിജ്ഞ എല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് നോക്കിയേ വായിക്കാൻ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. പാട്ട് പാടാൻ പറഞ്ഞപ്പം ഞാൻ ആലോചിക്കട്ടെ. എന്താണ് സ്കൂൾ ലീഡറെ? പറയണ്ട, പാടിയാ മതി. എന്നോട് പറയും പാട്ട് ഞാൻ പറയാന്ന്. Sweet hour of prayer, sweet hour of prayer that calls me from a world of care and bids me at my Father's throne make all my wants and wishes known. ഓക്കെ. ഒന്നും മനസ്സിലാത്തോണ്ട് യാന്ന് പറഞ്ഞാൽ മതിയല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും ഇവിടെ ഞാൻ ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ പോവുകയാണ്. പെട്ടെന്ന് സൃഷ്ടിക്കാനും കഴിയും, പക്ഷെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു വസ്തു. ശബ്ദം. ഉത്തരം തെറ്റാണോ? ഉത്തരം ശരിയാണ്. ഒരു കൈയടി കൊടുക്കുക, ഗംഭീരമായ ഒരു കൈയടി. ഇവിടെ ജസ്വിനയ്ക്ക് V സ്റ്റാർ നൽകുന്ന ഒരു സ്നേഹോപഹാരം. ഒരു കൈയടി കൊടുക്കാൻ, ഗംഭീരമായ ഒരു കൈയടി. പക്ഷെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പ്രതിജ്ഞ കാണാതെ വന്നെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകണം. അല്ലെങ്കിൽ സ്കൂൾ ലീഡറിന്റെ സ്ഥാനം ഇന്ന് നമ്മൾ മാറ്റുന്നതായിരിക്കും. ഓക്കെ, ഒരു കൈയടി കൊടുക്കുക, നല്ലൊരു കൈയടി. താങ്ക് യു. ഇവിടെ ഇനി എല്ലാവരും ഇഷ്ടപ്പെട്ട, എനിക്കറിയാം നിങ്ങളുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ കാണാൻ റെഡിയായിട്ട് നിൽക്കുകയാണെന്ന് എനിക്കറിയാം. ഇനി മോഹിനിയാട്ടമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. V സ്റ്റാർ ഓണരഥത്തിൽ എല്ലാവരും കാത്തിരുന്ന മോഹിനിയാട്ടം. മിഴിനീരാൽ വിധി തീർത്ത സഹനമത്രേ വിദർഭകുമാരി ദമയന്തി. മിഴിനീരാൽ വിധി തീർത്ത സഹനമത്രേ വിദർഭകുമാരി ദമയന്തി. മിഴിനീരാൽ വിധി തീർത്ത സഹനമത്രേ വിദർഭകുമാരി
ദമയന്തി മിഴിനീരാൽ വിധി തീർത്ത സഹനമത്രേ വിദർഭകുമാരി ദമയന്തി മിഴിനീരാൽ വിധി തീർത്ത സഹനമത്രേ വിദർഭകുമാരി ദമയന്തി മിഴിനീരാൽ വിധി തീർത്ത സഹനമത്രേ വിദർഭകുമാരി ദമയന്തി മിഴിനീരാൽ വിധി തീർത്ത സഹനമത്രേ വിദർഭകുമാരി ദമയന്തി മിഴിനീരാൽ വിധി തീർത്ത സഹനമത്രേ വിദർഭകുമാരി ദമയന്തി മിഴിനീരാൽ വിധി തീർത്ത സഹനമത്രേ വിദർഭകുമാരി ദമയന്തി മിഴിനീരാൽ വിധി തീർത്ത സഹനമത്രേ വിദർഭകുമാരി ദമയന്തി ദുക്ഷസുരാതികൾ എത്തിയ സ്വയംവര സ്മൃതികളിൽ ആകുലമായി മാനസം 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 വിസ്മരിച്ചെങ്ങു പോയൻ പ്രിയൻ നലനൃപൻ ഘോരവനാന്തരേ ജ്ഞാനേകയായി വിസ്മരിച്ചെങ്ങു പോയൻ പ്രിയൻ നലനൃപൻ ഘോരവനാന്തരേ ജ്ഞാനേകയായി
പരിഹരിച്ചെങ്ങു പോയൻ പ്രിയൻ നളനൃപൻ ഘോരവനാന്തരേ ഗമ നിമപ ഗമദനെ മഗരി രി ഗരി സദേ സരി മപ പദ നീത പരി മപ സദനി പദ മപ ഗമനി ഗരി സരി അഗിരം അകലെ മറഞ്ഞകലുകിലും വസന്തം എരിയും തീയിൽ ഉരുകിലും ത്രസിച്ചിടും ജീവൻ നിലച്ചിടും വരെ ശയിച്ചിടും ഇവളെന്നും അവമാവിൽ അതു പുണ്യം ഇഴിനീരാൽ വീതി തീർക്ക സഹനമത്രേ ഒരു നവ ദൂതുമായി അണയു മരാളമേ ഒരു മാത്രം ചാരി 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 പാരി പഗരി സരി പാരി ബദനി പരി മരി സരി പാനി സരി ഗായനി പനി പഗരി സരി പൂരനാം പെരും പാവിൽ നിന്നും രക്ഷയേകിയതൽനാനിശാചരൻ മാനത്തിനായടുക്കവേ ശാപത്താൽ ഭസ്മമാക്കിയതെന്നറിയില്ലയോ ഒരു നവ ദൂതുമായി അണയു മരാളമേ വി സ്റ്റാർ ഓണരകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ്. നമുക്കറിയാം, കാസർഗോഡ് മുതൽ നമ്മൾ യാത്ര ചെയ്ത് ഇപ്പോൾ തൃശ്ശൂർ എത്തി നിൽക്കുമ്പോഴും ഏതൊരു കാലാവസ്ഥയാണെങ്കിലും, പ്രത്യേകിച്ച് ചൂടാണെങ്കിൽ ചൂട്, മഴയാണെങ്കിൽ മഴ, അതൊക്കെ മറന്നുകൊണ്ടാണ് ഇവിടെ ഓരോ ക്യാമ്പസിലും ചെല്ലുമ്പോൾ അവിടുത്തെ കലാപ്രതിഭകൾ വി സ്റ്റാർ ഓണരത്തെ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഈ മോഹിനിയാട്ടം കളിച്ചത് ഇത്രയും ചൂടത്ത് നിന്നുകൊണ്ട് വെറും കാലിൽ കളിച്ച് കാല് വേദനയെടുത്ത് പാവം കരഞ്ഞുകൊണ്ടാണ് വന്ന് നിൽക്കുന്നത്. ഒരു കയ്യടി കൊടുക്കുക എല്ലാവരും ചേർന്ന്. പേരെന്തായിരുന്നു മോളുടെ? അപർണ. ഫ്ലവേഴ്സ് TV നൽകുന്ന ഒരു അംഗീകാരം. ഒരു കയ്യടി കൊടുക്കാം, നല്ലൊരു കയ്യടി. സെന്റ് പോൾസ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞ് ചെണ്ട വിദ്വാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, തൃശ്ശൂര് ചെണ്ടയുടെയും മേളങ്ങളുടെയും അതുപോലെ തന്നെ പൂരങ്ങളുടെയും ഒക്കെ നാടാണ്. ആ പൂരങ്ങളുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഇതാ, എന്താ മോന്റെ പേര്? ശ്രീദർശൻ. ഒരു കൈയടി കൊടുക്കുക എല്ലാവരും ചേർന്ന് ശ്രീദർശൻ ഇവിടെ ഇതാ നിങ്ങളുടെ മുന്നിൽ.
അടിച്ചു കൊടുക്കാം. താങ്ക് യു. എന്താല്ലേ മോന്റെ പേരെന്തായിരുന്നു? ശ്രീദർശൻ. ശ്രീദർശൻ. ശ്രീദർശന് ഇവിടെ ഞങ്ങളൊരു ചെറിയൊരു സമ്മാനം തരാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല, ഇത്രയും പെർഫോം ചെയ്ത് ഈ ചെറുപ്രായത്തിൽ പോലും ഇത്രയും ചെണ്ട അഭ്യസിച്ച് എത്ര വയസ്സുള്ള പഠിക്കാൻ തുടങ്ങിയ ചെണ്ട? 4ാം ക്ലാസ്സിൽ. 4ാം ക്ലാസ് മുതൽ ചെണ്ട പഠിക്കുന്നതാണ്. എന്തായാലും ഒരു സ്നേഹോപഹാരം ഞങ്ങൾ നൽകാൻ പോവുകയാണ്. അപ്പു ആണ് ആ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. വി സ്റ്റാർ നൽകുന്ന ഒരു സ്നേഹോപഹാരം. ശരിക്കും പറഞ്ഞ ഇപ്പൊ കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, ശരിക്കും പറഞ്ഞ അപ്പു ഇത് എത്രാമത്തെ ഭാര്യ എന്റെ അപ്പു? സത്യം പറ. എനിക്ക് ഓർമ്മയില്ല. എന്റെ ഓർമ്മയില്ലാത്ത ഒരാളുടെ കൂടെയാണ് എന്റെ കൊച്ചെ വരുന്നത്. എനിക്ക് കുഴപ്പമില്ല, നല്ല മനസ്സുള്ള ചേട്ടനാ. നല്ല മനസ്സുള്ള ചേട്ടനാന്നേ. ഒരു അപ്പുവിന്റെയോ? ഈ ശരീരം കണ്ടിട്ട് നോക്കണ്ട, മനസ്സാണ് വലുത്. ആ മനസ്സാണ് വലുത്. ഓക്കെ, എന്താ മോളുടെ കൈയടി? മോളുടെ പേരെന്താ? മിൽന. മിൽന. എന്തായാലും മിൽന അപ്പു സെലക്ട് ചെയ്ത ഒരു കൂട്ടുകാരിയാണ് മിൽന. അപ്പൊ എന്തായാലും ഇന്ന് പോവാണോ? ഇന്ന് രണ്ടുപേരും കൂടെ എങ്ങോട്ടാ? വീട്ടിലേക്ക് പോവാണോ? കല്യാണം എന്നാ? അത് ഡേറ്റ് നിശ്ചയിച്ചില്ല. കല്യാണം കഴിക്കാൻ പോവാണ് അപ്പു. പറഞ്ഞോ? അപ്പൊ ഇവര് വിടില്ലല്ലോ, എന്താ ചെയ്യാ? അവരെ ഞാൻ സമ്മതിപ്പിച്ചോളാം. ആണോ? അപ്പൊ എന്തായാലും നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി അപ്പുവും മിൽനയും വിവാഹിതരാകാൻ പോവാണ്. സന്തോഷമായി. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ സമ്മതിച്ച്. സാധാരണ എല്ലാരും വിവാഹം നേക്കുമ്പോ കാലോട് ചവിട്ടി തെറിപ്പിക്കുക പതിവ്. ഇത്രയും ഹൈറ്റുള്ള കുട്ടിയെ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ എന്നെ എടുത്തോണ്ട് നടക്കുമല്ലോ എന്നുള്ള അതുകൊണ്ടാ. വിവരറിയും, നീ അപ്പു എടുത്തോണ്ട് നടക്കേണ്ടി വരും. എന്തായാലും കുറച്ചു നേരം ഒന്നിച്ച് നിന്നോ, അവിടെ നിന്നോ. ഒരു ഫോട്ടോ ഒക്കെ എടുത്തോ. ചോദിച്ചേട്ടാ, എന്താണ് സ്മാർട്ട് ഷോയിൽ പങ്കെടുത്തത്? ഡേറ്റ് ഓർമ്മയില്ല. നമ്മളെ ശ്രീകണ്ഠനാഥ സാറുള്ളപ്പോൾ പ്രേക്ഷകരെ ആദ്യമായിട്ട് ഉൾക്കൊള്ളിപ്പിച്ച ആ ആഴ്ചയിൽ തന്നെയാണ് ഞാൻ പങ്കെടുത്തത്. അതിലാണ് എനിക്ക് പ്രൈസ് കിട്ടിയത്. എന്തൊക്കെ സമ്മാനങ്ങളാണ് കിട്ടിയത്? ജ്യൂസർ. ആ സമ്മാനം കറക്റ്റായിട്ട് കിട്ടിയോ? കറക്റ്റായിട്ട് കിട്ടി. കേരളത്തിലുള്ള അല്ലെങ്കിൽ മലയാളികൾക്കൊക്കെ ഒരു ചെറിയൊരു സംശയമുണ്ട്. സ്മാർട്ട് ഷോയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സമ്മാനം കിട്ടില്ല എന്നൊരു സംശയമുണ്ട്. പിട്ടാപ്പള്ളി നൽകുന്ന ആ സമ്മാനം കറക്റ്റായിട്ട് കിട്ടും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ജോയി ചേട്ടൻ. ഞങ്ങളൊക്കെ പങ്കെടുത്താണ്, ഞങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് തന്നെ സമ്മാനം വീട്ടിലെത്തുകയാണ് ഉണ്ടായത്. എന്തായാലും ജോയി ചേട്ടൻ ഒരു കൈയടി കൊടുക്കുക. എല്ലാവരും ചേർന്ന് ഗംഭീരമായ കൈയടി, നല്ല കൈയടി കൊടുക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകണം. ഒരു ചോദ്യമല്ല, 4 ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരും. തരട്ടെ? 4 ക്ലൂ. അതിൽ ആദ്യത്തെ ക്ലൂ ആണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത്. പല അവസരത്തിലും നിങ്ങളുടെ അഭിമാനം ഞാൻ രക്ഷിക്കുന്ന ഒരു വസ്തുവാണ്. പല അവസരത്തിലും നിങ്ങളുടെ അഭിമാനം രക്ഷിക്കുന്ന ഒരു വസ്തുവാണ്. വിളിച്ചു പറയണ്ട, ഉത്തരം പറയുന്നവർ ആലോചിച്ചാൽ മതി. വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ സമ്മാനം നിങ്ങൾക്ക് നഷ്ടമാകും. വിളിച്ചു പറയലെന്ന് പറഞ്ഞപ്പോ ആരാ വിളിച്ചു പറഞ്ഞ? കമ്പിയിട്ട കുട്ടി. ക്യാമറ ഡാൻസാ? കാതറിൻ. ഇവിടെ പല അവസരത്തിലും നിങ്ങളുടെ അഭിമാനം ഞാൻ രക്ഷിക്കുന്ന ഒരു വസ്തുവാണ്. ഒന്നാമത്തെ ചോദ്യം, വിളിച്ചു പറയേണ്ട ഉത്തരം അറിയാവുന്നവർ വിളിച്ചു പറയേണ്ട, ആലോചിച്ചോ. രണ്ടാമത്തെ ക്ലൂവും കൂടെ തരാം. താൽക്കാലികമായി ഒന്നിനെ ഞാൻ 2 ആക്കും. എനിക്ക് വേണമെങ്കിൽ 1 ആണ് ഞാൻ, പക്ഷെ എനിക്കത് 2 ആയി മാറാൻ പറ്റും.
വന്നു തുഴഞ്ഞിത കേളി കൊണ്ടൊരു ചുണ്ടൻ വെള്ളം ആറന്മുള അപ്പ നിന്നെ ആർപ്പുണരുന്നേ ഹേ ആറന്മുള അപ്പ നിന്നെ ആർപ്പുണരുന്നേ തക 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 ദിത്തേ തകതോ 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 ദേ 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 ദിത്തേ തക ദേ ദേ ദോ ദിത്തിത്താരാ ദേ 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 ദിത്തേ തക ദേ ദേ ദോ സൂര്യചന്ദ്ര ഗ്രഹങ്ങളും അഷ്ടദിക്കിൻ പാലകർ വേദങ്ങളും കലകളും ഒരുമിക്കുന്നേ ഹേ സൂര്യചന്ദ്ര ഗ്രഹങ്ങളും അഷ്ടദിക്കിൻ പാലകർ വേദങ്ങളും കലകളും ഒരുമിക്കുന്നേ തേ ദേ ദേ തക 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 ദിത്തേ തകതോ തക 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 ദിത്തേ തകതോ കെട്ടി പൂജ വെച്ച് കേളി കൊട്ടി കഞ്ഞി വെച്ച് ആറന്മുള ഭഗവാന് കാണിക്കയാവാം ഹേ ആറന്മുള ഭഗവാന് കാണിക്കയാവാം തക 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 ദിത്തേ തകതോ തകതോ ശ്രദ്ധയാലി തുഴങ്ങിടാം ശുദ്ധിയാക്കു പുണ്യനാഥ വൃത്തിയാലി മുന്നേറുവാൻ തുണയായിടൂ വഞ്ചിപ്പാട്ടി നീളം തേടി പമ്പയാറിൽ തീരം തെണ്ടി ചിന്തുപാടി ചിത്തഭക്ത തീരവാസികൾ ഹേ ചിന്തുപാടി ചിത്തഭക്ത തീരവാസികൾ തക 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 ദിത്തേ തകതോ തക 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 ദിത്തേ തകതോ വഞ്ചിപ്പാട്ടി നീളം തേടി പമ്പയാറിൽ തീരം തെണ്ടി ചിന്തുപാടി ചിത്തഭക്ത തീരവാസികൾ ഹേ ചിന്തുപാടി ചിത്തഭക്ത തീരവാസികൾ ആർപ്പോ ഹേ ആർപ്പോ ഹേ ഓണമെല്ലാം മൂളിപ്പാടി ചൂളമിട്ട് കൂടെ പാടി പണ്ടു കാണാ തമ്പുരാന്റെ മേളപ്പൂരങ്ങൾ ഹേ പണ്ടു കാണാ തമ്പുരാന്റെ മേളപ്പൂരങ്ങൾ തക 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 ദിത്തേ തകതോ തക 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 ദിത്തേ തകതോ ഓണമെല്ലാം മൂളിപ്പാടി ചൂളമിട്ട് കൂടെ പാടി പണ്ടു കാണാ തമ്പുരാന്റെ മേളപ്പൂരങ്ങൾ ഹേ പണ്ടു കാണാ തമ്പുരാന്റെ മേളപ്പൂരങ്ങൾ തക 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 ദിത്തേ തകതോ 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 ഉള്ളിയോടും പള്ളിയോടും പള്ളിക്കൊള്ളും ഉള്ളതെല്ലാം തള്ളിടാനായി പമ്പയാറിൽ പള്ളി വാഴട്ടെ ആർപ്പോ ഹീറോ 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 ആർപ്പോ ഹീറോ 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 ആർപ്പോ ഹീറോ 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 ആർപ്പോ ഹീറോ 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 തന്താനാ ദേ 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 ഓ ദിത്തിത്താരാ ദിത്തിത്തേ ഓ തന്താനാ ദേ 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 ഓ ദിത്തിത്താരാ ദിത്തിത്തേ ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ ദേ ദേ ദോ 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 വി സ്റ്റാർ ഓണരത്തിൽ അടിപൊളി ഒരു വഞ്ചിപ്പാട്ടാണ് നമുക്ക് ഇവർ സമ്മാനിച്ചത്. എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഇവർ മാത്രമല്ല, ഈ ചുറ്റും നിന്ന ക്യാമ്പസിലെ കുട്ടികൾ മുഴുവൻ ഒന്നിച്ചു ചേർന്നാണ് ഇതിന് ഈ വഞ്ചിപ്പാട്ടിന് അവർക്ക് സപ്പോർട്ട് ചെയ്തത്. ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അതാണ് ഈ സ്കൂളിന്റെ, ഈ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇതാരെങ്കിലും ഒരു വഞ്ചിപ്പാട്ട് ക്രിയേറ്റ് ചെയ്തത്? ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ്. കേറി എന്ന് പറ, നന്നായിട്ട് പറ. എന്തിനാ, എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്ത്? ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു അല്ലേ? ഓക്കെ, അവർക്കൊരു കൈയടി കൊടുക്കുക എന്തായാലും രണ്ടുപേർക്കും. എന്താ മോളുടെ പേരെന്താ? ഐറിൻ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു കൈയടി കൊടുക്കുക എല്ലാവരും ചേർന്ന്, നല്ല കൈയടി കൊടുക്കാം. താങ്ക് യു. അടിപൊളി വഞ്ചിപ്പാട്ടായിരുന്നു. നല്ല കോസ്റ്റ്യൂം എല്ലാം കൊണ്ടും അവർ നല്ല രീതിയിൽ മികവ് പുലർത്തിയ ഒരു പ്രോഗ്രാം ആയിരുന്നു നമ്മൾ കണ്ട ഈ വഞ്ചിപ്പാട്ട്. ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. ചന്തു പലവട്ടം തോറ്റിട്ടുണ്ട്, പക്ഷെ ഇന്ന് തോപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ തോപ്പിക്കും. ജസ്റ്റ് ആണോ? ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കളരിപ്പയറ്റ്. ഒരടി മാറി നിന്നോ. ഞാൻ കാണിച്ച പോലെ ആയിരിക്കില്ല. ദൈവം വളഞ്ഞു പോയോ?
ഞാൻ കാണിച്ച പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടി നീങ്ങിയെന്നോ. എല്ലാവരും ഒരു സ്റ്റെപ്പ് ഇറങ്ങിയെന്നോ. വി സ്റ്റാർ ഓണരത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളരിപ്പയറ്റ്.
എല്ലാവരും ഒന്നിച്ച് വെയിൽ പോലും ഒരു കാര്യമാക്കാതെ തന്നെയാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. അതിന് സ്പെഷ്യൽ താങ്ക്സ് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ വി സ്റ്റാർ ഓണറേതിൻ്റെ പേരിലും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് TV-യുടെ പേരിലും നിങ്ങളോടൊക്കെ പറയുകയാണ്. എന്താ മോളുടെ പേര്? അഞ്ജലി. അഞ്ജലി. എത്ര വർഷമായി കളരി പഠിക്കാൻ തുടങ്ങിയിട്ട്? 10 വർഷം. 10 വർഷമായി. ഒരു കൈയടി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു എന്താ പറയുക, ആ കളരിയുടെ അഭ്യാസങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത്രയും എക്സ്പീരിയൻസ് ആയ ഒരു കലാകാരി അല്ലെങ്കിൽ എന്താ പറയുക കളരി പഠിച്ച ഒരാൾ ചെയ്യുന്ന പോലെയാണ് ഇതിവിടെ കാണിച്ചത്. 10 വർഷമായിട്ട് കളരി പഠിക്കുന്നതാണ്. ഇനിയിപ്പം ഞാനൊരു അഭ്യാസം കാണിച്ചാൽ എങ്ങനെ ആയിരിക്കും? ഞാനിങ്ങനെ ഒരു പഞ്ച് ചെയ്താൽ ബ്ലോക്ക് ചെയ്തിട്ട് എന്നെ ഇതാക്കുമോ? നോക്കാം. കളരി അറിയാം, നമുക്കറിയാമല്ലോ. ഓരോ അഭ്യാസങ്ങളൊക്കെ കാണിച്ചു. എനിക്കറിയാലോ കളരി. ഓക്കെ. ദൈവം കൈയൊക്കെ ചുരുട്ടി പിടിച്ചു കഴിഞ്ഞു. കൂമ്പിനടിക്കരുത്. അയ്യോ അമ്മച്ചേ. ഇനി ഒന്ന് തോറ്റു തരാവോ? കയ്യും തിരിച്ചെടുത്തേ. ഇതാണ് കളരി അറിയാവുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് ആവശ്യമില്ലാത്ത പണിക്ക് പോകരുതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളുടെ അടുത്തേക്ക് അടുക്കാതിരിക്കുന്നതാണെന്നല്ലോ. ഒരടി മാറി നിന്നാൽ സുഖമായിട്ട് 15 സെക്കൻഡോ 14 സെക്കൻഡ് 13 വരെ നോക്കാമല്ലോ. 14 ആകുമ്പോഴല്ലേ ഒരു പ്രശ്നം. കുഴപ്പമില്ല. എന്തായാലും ഈ കുട്ടിക്ക് അഞ്ജലി അല്ലേ എന്തായിരുന്നു? അഞ്ജലിക്ക് ഒരു സ്നേഹോപഹാരം ഇവിടെ നൽകാൻ പോവുകയാണ്. വണ്ടർല നൽകുന്ന ഒരു സ്നേഹോപഹാരമാണ്. അത് നൽകുന്നതിന് വേണ്ടി വണ്ടർലയുടെ ഓതറൈസ്ഡ് സർവീസ് കോർഡിനേറ്റർ ജിത്തു കെ ജോസിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വണ്ടർല നൽകുന്ന ഒരു സ്നേഹോപഹാരം. ഒപ്പം ഒരു കൈയടി കൊടുക്കാം. ഗംഭീരമായൊരു കൈയടി, നല്ല കൈയടി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ തൃശ്ശൂരൊക്കെ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും പെൺകുട്ടികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, കളരിയും കരാട്ടയൊക്കെ. പക്ഷെ അത് ആവശ്യമില്ലാത്തവരുടെ നെഞ്ചത്ത് പ്രയോഗിക്കരുത്. അത് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് യാത്രയാക്കാം. താങ്ക് യു മോളെ, താങ്ക് യു. ഇവിടെ 2 ക്ലൂ ഞാൻ തന്നിരുന്നു. ഇനി അടുത്ത ക്ലൂ, 3ാമത്തെ ക്ലൂ ഞാൻ തരാൻ പോവുകയാണ്. എന്നെ ജീവിതത്തിൽ ഓർക്കാത്ത ഒരു പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഒരിക്കലും ഉണ്ടാകില്ല. 2ാമത്തെ ക്ലൂ ഇതാണ്. താൽക്കാലികമായി ഞാൻ 2നെ ഒന്നാക്കുന്ന ഒരാളാണ്. കൂടാതെ 2ാമത്തെ ക്ലൂ അതാണ്. താൽക്കാലികമായി ഒന്നായ ഞാൻ ചില സമയങ്ങളിൽ 2 ആകാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾ അല്ലെങ്കിൽ സാരി ഉടുക്കുന്ന പെൺകുട്ടികൾ, ഇതിൽ കൂടുതൽ വലിയ ക്ലൂ തരാൻ പറ്റില്ല. സാരി ഉടുക്കുന്ന അറിയാവുന്നവർ കൈവയ്ക്കാൽ മതി. സാരി ഉടുക്കുന്ന പെൺകുട്ടികൾ, സ്ത്രീകൾക്ക് ഞാനൊരു മുതൽക്കൂട്ടാണ്. 3ാമത്, എന്നെ കൂട്ടത്തോടെ കടയിൽ നിന്ന് മേടിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ശരി. ഇത്രയും പേരുള്ള സ്ഥിതിക്ക് ഒരാളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. ഒന്ന് കൈ പൊക്കിയോ നോക്കട്ടെ. കൈ എല്ലാവരും പൊക്കി പിടിച്ചോ, കൈ പിടിച്ചോ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. ഞങ്ങളുടെ മിസ് ഏതാ? ഞങ്ങളുടെ മിസ് ഇങ്ങോട്ട് പോവാ. ഞങ്ങളുടെ മിസ്സിന്റെ പേരെന്താ? സിയ മിസ്സേ, ഏതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം? സൂചി. പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സാരി ഉടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് സൂചിയാണല്ലോ ഏറ്റവും ആവശ്യം. പുരുഷന്മാർക്ക് കുത്താനായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് സൂചി. ആ ടീച്ചർ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഒരു കൈയടി എടുത്തോണ്ട് നമുക്ക് യാത്രയൊക്കെ. കൂട്ടില്ല എന്നോട്, ഞാൻ കൂട്ടില്ലാന്ന്. വേറെ ആർക്കും ഉത്തരം അറിയാം? വാ മോള് വാ. ശരി വാ. എന്തായാലും ഞാൻ ചോദിച്ച 4 ക്ലൂ ആണ് ഞാൻ ചോദിച്ചത്. അതില് ഉത്തരം ഒന്ന് കേൾക്കട്ടെ. ശശിയാക്കരുതെന്നോ? ഞാനോ? എൻ്റെ പേര് ജിൻഡോ എന്നാണ്. ഞാൻ ശശിയല്ലല്ലോ. സിബല്ല. അതുകൊണ്ടാണ് ശശിയാക്കരുതെന്ന് പറഞ്ഞല്ലേ. മനസ്സിലായി. എന്തായാലും ആ ഉത്തരം തെറ്റാണ്. ഞാൻ ഒന്നും കൂടി പറയാം. പല അവസരത്തിലും നിങ്ങളുടെ അഭിമാനം ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. താൽക്കാലികമായി ഞാൻ 2നെ ഒന്നാക്കുന്നു. ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും എന്നെ ഓർക്കാത്ത സ്ത്രീകൾ ഉണ്ടാകില്ല. കടയിൽ ചെന്നാൽ പലപ്പോഴും എന്നെ കൂട്ടത്തോടെ മേടിക്കാനേ നിങ്ങൾക്ക് പറ്റൂ. വിളിച്ചു പറയണ്ട. അറിയാവുന്നവർ കൈപൊക്കി വന്നാൽ മതി. വാ മോള് വാ. ഒരു ക്ലൂവും കൂടെ നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ സാരി ഉടുത്ത ചേച്ചിമാരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ആ സാരിയിൽ അതുണ്ട്. ഇതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. സേഫ്റ്റി പിൻ.
സൂചിയോ? നിങ്ങൾ സൂചി എന്നാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ സൂചി എന്ന് പറയുന്നത് എന്താ അറിയോ? സാധാരണ സൂചി നീളമുള്ള സേഫ്റ്റി പിൻ തന്നെ പറയണം, അല്ല സൂചി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയ്യേ, തൃശ്ശൂർ ഭാഷയാണ് പോലും. സേഫ്റ്റി പിന്ന് സൂചി. അപ്പൊ സൂചിക്ക് നിങ്ങൾ പിക്കാസ് എന്നാണോ പറയുന്നത്? സൂചിക്ക് എന്താ പറയുന്നത്? സൂചിക്ക് എന്നാണ് പറയുന്നത് നിങ്ങള്? തുന്നുന്ന സൂചിക്ക് നിങ്ങൾ എന്ത് പറയും? മറ്റേ സൂചിക്ക് മുട്ടു സൂചി. പിന്നിന് നിങ്ങൾ എന്താ പറയുന്നത്? പിന്നിന് സൂചിയോ? എൻ്റെ തൃശ്ശൂരേ, ഇത്രയും വലിയ മണ്ടത്തരം മലയാള ഭാഷയിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ അതൊന്ന് മാറ്റി ചിന്തിച്ചോ. പിന്നിന് ശരിക്കും പിന്ന് എന്ന് പറയും. സൂചി എന്ന് പറയുന്നത് രണ്ട് തരം സൂചിയുണ്ട്. ഒന്ന് മുട്ടുസൂചിയുണ്ട്, ഒന്ന് തുന്നുന്ന സൂചിയുണ്ട്. പിന്ന് എന്ന് പറയുന്ന സേഫ്റ്റി പിന്നാണ്. അപ്പോൾ നിങ്ങൾ ഇനി സൂചി എന്നാണ് പറയുന്നതെങ്കിൽ അതൊന്ന് മാറ്റി നിങ്ങൾ ചിന്തിച്ചോ. സൂചി എന്ന് കേരളത്തിൽ ഏതാ നിങ്ങൾ കൊടുത്തേക്കുന്ന? സേഫ്റ്റി ആയിട്ടല്ലേ? അല്ലേ? സേഫ്റ്റിയുടെയോ? സേഫ്റ്റിയുടെ മലയാളം എന്താ? പിന്നെ സേഫ്റ്റി പിന്നിന്റെ സേഫ്റ്റി പിന്ന്. ഏയ്, അത് എനിക്ക് മലയാളമാണത്. എന്നാ അതിന്റെ മലയാളം എന്താ? എനിക്കറിയത്തില്ല. അതിന്റെ മലയാളം എന്താ? അയ്യേ, സൂചി. അയ്യേ. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഒരാൾക്ക്, തൃശ്ശൂരുള്ള ഒരാൾക്കെങ്കിലും സേഫ്റ്റി പിൻ എന്ന് പറയാൻ അറിഞ്ഞല്ലോ, അത് മതി. അയ്യേ, കുഴപ്പമില്ല. മോളുടെ പേരെന്താ? കൃഷ്ണ. കൃഷ്ണക്കെങ്കിലും തൃശ്ശൂർ അറിയാലോ സേഫ്റ്റി പിന്നെന്ന്. കോഴിക്കോടാ, പക്ഷെ പഠിക്കുന്ന തൃശ്ശൂരാണോ? എന്തായാലും ഇവിടെ ഒരു സ്നേഹോപഹാരം നൽകിയാണ്. ഞങ്ങളുടെ ക്യാമറമാൻ ധനീഷ് പറഞ്ഞ പോലെ തന്നെ സൂചിക്ക് വേണമെങ്കിൽ സുമേഷ് സൂചി എന്ന് വിളിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ, കുഴപ്പമില്ല. ഇവിടെ വി സ്റ്റാർ നൽകുന്ന ഒരു സ്നേഹോപഹാരം. ഒരു കൈയടി കൊടുക്കാം, നല്ലൊരു കൈയടി. താങ്ക് യു. കോഴിക്കോടല്ലേ? ഞാനും കോഴിക്കോട്. അങ്ങനെ തോറ്റു കൊടുക്കരുത് കേട്ടോ. ഇവിടെ കട്ടയ്ക്ക് നിന്നോണം. തൃശ്ശൂരെങ്കിൽ തൃശ്ശൂർ. അട്ടുമോ മോശമല്ല. അടിപൊളി. ഓക്കെ, ശരി. തൃശ്ശൂർക്കാർ മോശമല്ല എന്ന് പറയുന്നു. ശരി, തൃശ്ശൂർക്കാർ നല്ല ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് ഇവിടെ വന്നത്. തൃശ്ശൂർ പൂരങ്ങളുടെ നാടായി തൃശ്ശൂർ. നമ്മുടെ പ്രിയപ്പെട്ട ഈ കോളേജിലെ ചേച്ചിമാരൊക്കെ സെറ്റ് സാരി ഉടുത്ത് റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരും ഒന്ന് വന്ന് എല്ലാവർക്കും ഒരു സമ്മാനം തരാം. ഓക്കെ സിസ്റ്ററെ, ഇത് ഈ കോളേജിലെ സുന്ദരി കുട്ടികളാണ് ഈ നിൽക്കുന്നത്. നിങ്ങളില്ല, ഇവരെ മാത്രം ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങളും ഉണ്ടല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് മിസ്സുമാർ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരും സുന്ദരികളായിട്ടാണ് നിൽക്കുന്നത്. പിള്ളേരാന്ന് പറയുള്ളൂ, അതിൽ ആരാന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും ഇതിൽ നമ്മൾ ഒരാളെ വി സ്റ്റാർ ക്യാമ്പസ് സ്റ്റാർ ആയിട്ട് തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇതിലൊരാൾ ഒരു സ്റ്റാർ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. വേറെ ഒന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നോ. ഇവർ ഇത്രയും പേര്, സിസ്റ്ററെ, ഇത്രയും പേര് നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത്, കേരള സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട്. ഏറ്റവും ഭംഗിയായി ഡ്രസ്സ്. കൈക്കൂലി കൊടുക്കാൻ പറ്റില്ല കേട്ടോ. കൈക്കൂലി കൊടുക്കരുത്. സിസ്റ്റർമാർ ഒരിക്കലും കൈക്കൂലി വാങ്ങാനും പാടില്ല കേട്ടോ. ഇവരിവിടെ ഇത്രയും ഭംഗിയായിട്ട് സെറ്റ് സാരി കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇതിൽ ടീച്ചർമാരുണ്ട്. ഇതിലൊരാളെ തിരഞ്ഞെടുത്താൽ വി സ്റ്റാർ ക്യാമ്പസ് സ്റ്റാർ ഒരു വലിയൊരു സമ്മാനമാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഒരാൾക്കാണ് അത് കിട്ടാൻ പോകുന്നത്. അത് സിസ്റ്റർക്ക് ഇതിലൊരാളെ തിരഞ്ഞെടുക്കാം. ഇവരെല്ലാം റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. സിസ്റ്റർ റെഡിയാണോ? ഒരാളെ തിരഞ്ഞെടുക്കാൻ? ഓക്കെ, ഒരു കൈയടി കൊടുക്കാം. എല്ലാവരും ചേർന്ന് നല്ല കൈയടി കൊടുക്കാം. ഓക്കെ, സിസ്റ്റർക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും എന്നെനിക്കറിയാം. ഇതിൽ ഇത്രയും പേര് നിൽക്കുമ്പം ആരെ തിരഞ്ഞെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ. കാരണം അവരിങ്ങനെ എല്ലാവരും നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവർ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഒന്നും ചെയ്യണ്ട. ഇവരിതാ ഈ സെന്ററിൽ നിന്ന് വന്നിട്ട് അപ്പൊ അങ്ങനെ ഇവര് ഇവിടെ നടന്ന് അങ്ങ് വരും. ഓരോരുത്തരായിട്ട് നടന്നു വരും. അതിൽ നിന്ന് സിസ്റ്ററാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒരാളെ ഇതിൽ നിന്ന് ഏറ്റവും ഭംഗിയായി, നടപ്പ് മാത്രമല്ല ഡ്രസ്സിങ്ങിലും അവരുടെ സ്റ്റൈലിംഗ്, എങ്ങനെ ബിഹേവ് എല്ലാം നോക്കിയിട്ട് ഒരാളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സെൻട്രലിൽ നിന്ന് തുടങ്ങാം. ആരാണ്? ടീച്ചർ തന്നെ ആയിക്കോട്ടെ. ഐശ്വര്യമായിട്ട് ധൈര്യമായിട്ടൊക്കെ. ഓക്കെ,
രണ്ടാമത്തെ ആൾ. വയ്യ. രണ്ടാമത്തെ ആൾ. അങ്ങനെ ധൈര്യമായിട്ട് വയ്ക്കാം. എല്ലാരും നിൽക്കുന്നുണ്ടല്ലേ? ധൈര്യമായിട്ട് വയ്ക്കാം. റെഡി? ഓക്കെ, അടുത്തയാൾ. ആരുമില്ല, ക്യാമറ പതിച്ചു കഴിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, ഇവിടുന്ന് അടുത്തയാള്. ഓ, കയ്യടി കൊടുക്കാം, എല്ലാവരും കയ്യടിച്ചു കൊടുക്കാം. ധൈര്യമായിട്ട്, നമ്മള് മാത്രല്ലേ ഉള്ളൂ. കയ്യടി കൊടുക്ക, കയ്യടി കൊടുക്ക. സെന്ററിൽ നിന്നോ, സെന്ററിൽ. വാ 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 വാ. കയ്യടി കൊടുക്ക, നല്ല കയ്യടി. വാ, അടുക്കള വാ. റെഡി? കയ്യടി കൊടുക്ക, നല്ല കയ്യടി. കയ്യടി കൊടുക്ക, എല്ലാവരും ചേർന്ന്. അടുത്താള് വാ. മാറി മാറി പോലെ. മിസ് മിസ്സോ മിസ്സോ. റെഡി? ഓക്കെ, അടുത്തയാള് വാ വാ. ഓക്കെ, മോള് പോ. ഇവിടുന്നോ. റെഡി? കയ്യടി കൊടുക്കാം. റെഡി? അടുത്തയാള് ഇവിടുന്ന്. സമ്മാനമുണ്ട്, നല്ല വില കൂടിയ സമ്മാനം, എടുത്ത് കളയണ്ട. റെഡി? സ്റ്റാർട്ട്. പോരുന്നു പോരുന്നു. കയ്യടി കൊടുക്കാം, കയ്യടി കൊടുക്കാം. അടുത്തയാള്, അടുത്തയാള് വാ. റെഡി? കയ്യടി കൊടുക്ക, എല്ലാവരും ചേർന്ന്. ഓക്കെ, വാ വാ. റെഡി? റെഡി? സ്റ്റാർട്ട്. ശ്രുതി എന്താ തല്ലാൻ പോകുന്ന പോലെ പോകുന്നു. സാരല്ല, വാ, കുഴപ്പമില്ല. ഓക്കെ, അടുത്തയാള്. റെഡി? കയ്യടി കൊടുക്ക, ഫ്രീ ആയിട്ട് നിൽക്കുന്നവർ കയ്യടി കൊടുക്കാം. യെസ്, ഇവിടുന്ന അടുത്തയാള്. പോയാ? അടുത്തയാള് വാ വാ. മാറി മാറി നിൽക്കണ്ട, നിങ്ങൾക്കുള്ള സമ്മാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. റെഡി? സ്റ്റാർട്ട്. വാ. ഓക്കെ, സാരി മിസ്. റെഡി? ഓക്കെ, ആരാണ്? നിങ്ങൾ വാ, മിസ്സിനെ വിളിച്ചോളാം. വാ, അടുത്തയാള് വാ. റെഡി? റെഡി? സ്റ്റാർട്ട്. ഓക്കെ, അടുത്ത ഏത് മിസ്സാ? ഗീത മിസ് വാ. റെഡി? സ്റ്റാർട്ട്. റെഡി? ഇവിടുന്ന് ആരാ? വാ വാ. റെഡി? ഓക്കെ, കയ്യടി കൊടുക്ക, കയ്യടി കൊടുക്ക. ഓക്കെ, ഇവിടുന്ന് വാ.
മോളോ റെഡി സ്റ്റാർട്ട്. ഇത് കോളേജിൽ പോകുന്ന പോലെ പോവാണല്ലോ. കയ്യടിയോട് ഇവിടെ പോയി ഫെമ്മി റെഡി. കയ്യടി കൊടുക്ക കയ്യടി. ഓക്കെ ഇവിടുന്ന് ദിവ്യ വാ ദിവ്യ സെറ്റ് സൈഡ് എടുത്തോണ്ടെന്ന് എല്ലാരും കാണണ്ടേ. കയ്യടിയോട് അടുത്ത ഇവിടുന്ന് തരാം. സമയമില്ല വാ. Okay, ready? 1, 2, 3, start. Okay, ഇവിടുന്ന് ജസ്ന വാ. Ready? 1, 2, 3, start. Okay, ഇവിടുന്ന് ആരാ? വാ സമയമില്ല. റെഡി സ്റ്റാർട്ട്. കയ്യടി കൊടുക്കാം. ഇവിടുന്ന് ആരാ? വാ വിനി വാ. എന്തിനാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഇനി സാരി കൊടുത്ത ആൾക്കാരെ കാണണ്ടേ? ലിയ വാ. ലിയ സ്നേഹ ഓക്കെ. വിസ്മയ ഓക്കെ. റെഡി 1, 2, 3. കയ്യടി കൊടുക്കാം ഓക്കെ. ഇവിടുന്ന് ആരാ? വാ പോരെ. റെഡി ഓക്കെ ചെയ്തോ. റെഡി 1, 2, 3, സ്റ്റാർട്ട്. കയ്യടി കൊടുക്കാം നല്ല കയ്യടി കൊടുക്കാം. കയ്യടി കൊടുക്കുക, നമ്മളല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഓക്കെ അടുത്തയാള്. കയ്യടി കൊടുക്കാം എല്ലാവരും. അടുത്താരാണ്? ഇവിടെ ആരാ? കണ്ടോ? അല്ല ഇല്ല ആവശ്യമില്ല താല്പര്യമില്ലാത്തവര് വേണ്ട, നിർബന്ധമില്ല. കണ്ടോ ഇല്ല. ഇവിടെ ആരാ? അടുത്ത റെഡി 1, 2, 3, സ്റ്റാർട്ട്. കയ്യടി കൊടുക്ക. പൊക്കിയെടുത്തോ. ഓക്കെ വാ അടുത്ത ആള് വാ. എന്താ റബ്ബർ പന്താണോന്ന് അറിയത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. റെഡി 1, 2, 3, സ്റ്റാർട്ട്. അയ്യേ ഓക്കെ ആരാണ്? വാ. Ready? 1, 2, 3, start. Okay, ini ആരാണ്? വാ. Ready? 1, 2, 3, start. കയ്യടി കൊടുക്ക. കയ്യടി കൊടുക്ക. ഇനി ആരാണ്? വാ. റെഡി 1, 2, 3, സ്റ്റാർട്ട്.
എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ ഹോസ്റ്റസിനുള്ള ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഓക്കെ, അടുത്ത് ആരാണ്? കഴിഞ്ഞാ വാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ അവിടെ? ഓക്കെ, വാ. പോയോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. നെൽസി കയ്യടി കൊടുക്ക. ഓക്കെ, ആരെങ്കിലും ഉണ്ടോ? കൃഷ്ണ അല്ലല്ല, ആരുടെ കാല് പിടിക്കണ്ട, അവർ വേണ്ടെങ്കിൽ വേണ്ട. വേറെ ആരും ഉള്ളേ? ആരുമില്ലല്ലോ. ഓക്കെ, നമ്മുടെ മത്സരം ഇവിടെ തീരുകയാണ്. ഇവിടെ സിസ്റ്റർ രണ്ടുപേരും വാ. വി സ്റ്റാർ ഓണരഥത്തിൽ ഇവിടെ ഇന്നത്തെ ക്യാമ്പസ് സ്റ്റാർ ഇതിൽ ഇത്രയും പേര് ഉണ്ട്. അതിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. 2 സിസ്റ്റർമാരും ആ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്, ആരെ തിരഞ്ഞെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ. എന്തായാലും നമുക്ക് പ്രിൻസിപ്പലിനോട് തന്നെ ചോദിക്കാം. പ്രിൻസിപ്പൽ, നിങ്ങൾ പറയണ്ട, അവര് പറഞ്ഞോളും. നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട. നിങ്ങൾ പറയണ്ട, ജഡ്ജ്മെന്റ് നിങ്ങൾ പറയണ്ട. അവര് തന്നെ പറഞ്ഞോട്ടെ. മിസ് സിയ. ഈ മിസ് സിയ ആണോ? ദൈവമേ, ആൾക്കെന്നെ സംശയം ഞാൻ തന്നെയാണോന്ന്. വാ, എന്തായാലും ഇന്നത്തെ ഇവിടുത്തെ ക്യാമ്പസ് സ്റ്റാറായി തിരഞ്ഞെടുക്കുന്നു CMSനെയാണ് ക്യാമ്പസ് സ്റ്റാറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ വി സ്റ്റാർ നൽകുന്ന ഒരു സ്നേഹോപഹാരം നിങ്ങൾ രണ്ടുപേരും ചേർന്ന് CMSന് കൊടുക്കാം. ഒരു കയ്യടി കൊടുക്കാം, ഗംഭീരമായൊരു കയ്യടി. താങ്ക് യു. എന്തായാലും ഇവിടെ ഇന്ന് ഈ സെന്റ് പോൾസ് കോൺവെന്റ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വി സ്റ്റാർ ഓണരഥം നമ്മളിവിടെ അടിച്ചു പൊളിച്ച് അവസാന നിമിഷത്തിലേക്ക് എത്താൻ പോവുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പൊ ഒരു കയ്യടി വേണ്ടേ? നല്ല കയ്യടി. അപ്പൊ ഞാനിവിടെ നമ്മുടെ DJ ഫ്ലോർ ഓൺ ചെയ്യാൻ പോവുകയാണ്. ഡാൻസ് കളിക്കേണ്ടവർക്ക് ഡാൻസ് കളിക്കാം, എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കാം. നമ്മുടെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയം നിങ്ങൾ കേൾക്കുക. എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 5:30 മുതൽ 6 മണി വരെയും, അതുപോലെ തന്നെ രാവിലെ 9:30 മുതൽ 10 മണി വരെയും, ഉച്ചയ്ക്ക് 12 മണി മുതൽ 12:30 വരെയുമാണ് ടെലികാസ്റ്റിംഗ്. അതുകൂടാതെ ഞങ്ങളുടെ മാവേലിയെ ഞാനൊന്ന് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. മാവേലിക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് വേണം. മാവേലിക്ക് ഒരു ഗിഫ്റ്റ് വേണേ. ഞാൻ സത്യം വിചാരിച്ച ഈ മാവേലിനെ ആദ്യം കണ്ടപ്പം ഏതെങ്കിലും ഒരു ആൺകുട്ടിയാന്ന് ഞാൻ വിചാരിച്ച്. പക്ഷേ ഇവിടെ ഈ കോളേജ് ക്യാമ്പസിൽ ഞങ്ങൾ ഇത്രയും യാത്ര ചെയ്ത്, കാസർഗോഡ് മുതൽ യാത്ര ചെയ്ത് ഈ തൃശ്ശൂർ എത്തിയപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി മാവേലിയായിട്ട് ഞങ്ങളുടെ മുൻപിൽ ഉള്ളത്. അത് ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമായിട്ടാണ് തോന്നിയത്. ഇങ്ങനൊരു ഏറ്റവും കൂടുതൽ ഓണത്തെ വരവേൽക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് തൃശ്ശൂര് ഇവിടെ ഒന്നിച്ച് സെന്റ് പോൾസ് കോൺവെന്റ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാവരും ഒന്നിച്ച് വരവേറ്റു. എന്തായാലും ഇവിടെ മാവേലി തമ്പുരാൻ ആശംസകളൊക്കെ നേർന്നോ ഇവർക്ക്? ഇല്ല, എല്ലാവർക്കും അതുപോലെ തന്നെ എല്ലാ മലയാളികൾക്കും എന്റെ എല്ലാവിധ ഓണാശംസകളും നേരുന്നു. മാവേലിയുടെ യഥാർത്ഥ പേരെന്താ? ലിലിയ മാവേലി. കുഴപ്പമില്ല. എന്തായാലും ഇവിടെ മാവേലിക്ക് വി സ്റ്റാർ നൽകുന്ന ഒരു സ്നേഹോപഹാരം. അപ്പൊ ഒരു കൈയടി കൊടുക്കാം, നല്ലൊരു കൈയടി. എന്തായാലും ഇന്നത്തെ ഇവിടെ ഈ ക്യാമ്പസിലെ ഓണവിശേഷങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ വരുന്നു. നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. വി സ്റ്റാർ ഓണരഥവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. സെന്റ് പോൾസ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ വി സ്റ്റാർ ഓണരഥം ഇവിടുന്ന് വിട പറയുന്നു, യാത്രയാവുന്നു. ബൈ. All of you. அன்புக்கு நீதாண்ட ஆளு வந்து கட்டிக்கடா என் உடம்பெல்லாம் காயது பாரு.
தமிழ் தெரியாதா? ஹிந்தில ஒன் செகண்டா. चांद को घूंघट के नीचे छुपा के लाई तेरे लिए दुनिया से नजरें चुरा के। पीछे कुआं आगे मेरे खाई, तू ही बता जाऊं मैं कहाँ, मुझको दुआ किसकी लगी भाई, आके पधारा हूँ जो यहाँ। इल्ले फिकर आजा इधर, बीट पे लगा ले तू ठुमका। 1 2 3 4 get on the dance floor। 1 2